ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതും 1996 വിക്ടർ പാലായിൽ നടത്തിയ ഒരു ബൈബിൾ ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളാണ്. നമ്മൾ ഏകദേശം ഒരു 3 ഭാഗങ്ങൾ കഴിഞ്ഞു. അതിലൂടെ നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചു. കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി, അതുപോലെ ഈ ലോക വസ്തുക്കളോടുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ, അപ്പസ്തോലന്മാരുടെ വിശ്വാസം, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്തെല്ലാം എടുത്തു മാറ്റണം, ഇങ്ങനെ പല പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു. നമ്മൾ ഓരോ പ്രാവശ്യവും വിശുദ്ധ ഗ്രന്ഥം വീണ്ടും വീണ്ടും ശ്രവിക്കുമ്പോൾ, ഒരേ വചനത്തിലൂടെ നമ്മൾ വീണ്ടും വീണ്ടും യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ആത്മാവിന് സുരക്ഷിതത്വം നൽകുന്നു. അതുപോലെ തന്നെ ആ ദൈവവചനത്തിൻ്റെ ആഴത്തിലേക്ക് നമുക്ക് പോകുവാൻ സാധിക്കുന്നു. നമുക്കറിയാം, ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ അനേകം ദൈവിക രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ജീവനുള്ള പുസ്തകമാണ് ഈ വിശുദ്ധ ഗ്രന്ഥം. അതാണ് 2 തിമോത്തി 3:16 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ ഒരു മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാകുകയും ചെയ്യുകയാണ്. ഈ വിശുദ്ധ ലിഖിതങ്ങളെല്ലാം പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാണ്. അത് പ്രബോധനത്തിന്, ശാസനത്തിന്, തെറ്റുതിരുത്തലിന്, ഇവ എല്ലാത്തിനും നമ്മളെ സഹായിക്കുന്നതാണ്. അതുപോലെ നീതിയിലുള്ള പരിശീലനം, എന്താണ് നീതി, വിശുദ്ധി, പരിശുദ്ധി എന്നെല്ലാം നമ്മളെ പഠിപ്പിച്ചു തരുന്നതാണ് ഈ വിശുദ്ധ ഗ്രന്ഥം. അതിലൂടെ നമ്മൾ പൂർണ്ണത കൈവരിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിലേക്ക് അവിടുന്ന് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ വിശുദ്ധ ഗ്രന്ഥം. അതാണ് വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവൻ്റെ നാമം ദൈവവചനമെന്നാണ്. ഈശോയുടെ നാമം തന്നെ ദൈവവചനമെന്നാണ്. ഈശോയാണ് ഈ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ച് ഈ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ, ആ ആത്മാവിലൂടെ നമ്മളെ കടത്തിക്കൊണ്ടു പോകുന്നത്. അതിലൂടെ നമുക്ക് ഈ വചനത്തിൻ്റെ ആഴത്തിലേക്ക് പോകാൻ സാധിക്കുന്നു. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 47-ാം അധ്യായത്തിൽ 1 തൊട്ട് 12 വരെയുള്ള വചനത്തിൽ പറയുന്നുണ്ട് വിശുദ്ധ ലിഖിതത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച്. അതിൽ പറയാണ്, ദേവാലയത്തിൽ നിന്നുള്ള നീർച്ചാല്, ഈ നീർച്ചാലിലേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുപോവുക. ഈ നീർച്ചാലിൽ ആദ്യമേ നമ്മുടെ കണങ്കാൽ വരെയായിരിക്കും, അതിനുശേഷം മുട്ടോളം വെള്ളമുണ്ടാകും, അതിനുശേഷം അരയോളം വെള്ളമുണ്ടാകും, അതിനുശേഷം കഴുത്തോളം വെള്ളമുണ്ടാകുകയാണ്. പിന്നെ നമുക്ക് നീന്താൻ പറ്റാത്ത വിധം ആഴത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോവുകയാണ്. അതാണ് ആത്മീയ രഹസ്യങ്ങളിലേക്ക് കൊണ്ടുപോവുക. പ്രാർത്ഥിച്ച് കർത്താവുമായിട്ട് അടുക്കുമ്പോഴാണ് ഈ ദൈവിക രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരിക. ഈശോ പറയുന്നില്ലേ, ഈ വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാനും അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുവാനും അവിടുന്ന് കൃപ കൊടുത്തത് ശിഷ്യന്മാർക്കാണ്. മറ്റുള്ളവർക്കാകട്ടെ ഇത് ഉപമകളിലൂടെ നൽകപ്പെടുന്നു. നമ്മൾ ഈശോയുടെ ശിഷ്യരാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്ക് ഈ കർത്താവിൻ്റെ ആന്തരിക രഹസ്യങ്ങളിലേക്ക് നമുക്ക് പോകുവാനും അതിലൂടെ നമ്മുടെ ആത്മാവിന് കൂടുതൽ വളർച്ച പ്രാപിക്കുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ലിഖിതത്തിലെ ഓരോ വചനങ്ങളും ഹൃദയത്തിൽ സൂക്ഷിക്കപ്പെടുവാൻ. അതാണ് സങ്കീർത്തനം 119:11 വാക്യത്തിൽ പറയുന്നുണ്ട്, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ആ ദൈവസ്നേഹത്തിനെതിരെ നമ്മൾ പോകാതിരിക്കുവാനായിട്ട്, ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ നമ്മൾ ജീവിക്കുവാനായിട്ട് അവിടുത്തെ വചനമാണ് ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ആ വചനം നമ്മളെ സംരക്ഷിക്കും. ഇനി നമുക്ക് ആ ടോക്കിൻ്റെ ബാക്കി ഭാഗം കേൾക്കാം. നമ്മൾ ഈ ബൈബിൾ ക്ലാസ് തുടർച്ചയായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ വിക്ടർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളും കൂട്ടിച്ചേർക്കുന്നുണ്ട്. നമ്മൾ കേട്ടത് നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ്. എങ്ങനെയാണ് നമ്മുടെ ഹൃദയം ഇരിക്കുക, ആ ഹൃദയത്തെ എങ്ങനെയാണ് ദൈവം തൻ്റെ വചനമയച്ച് വിശുദ്ധീകരിച്ചുകൊണ്ട് ഈശോയിലേക്ക് നമ്മളെ കൊണ്ടുവരിക എന്നുള്ള കാര്യമാണ് നമ്മൾ കേട്ടത്. അതിനുശേഷം വിക്ടർ പറയുകയാണ്, വചനം നമ്മൾ കേട്ടുകൊണ്ടേ ഇരിക്കണം. അതാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ
വിശ്വാസം കേൾവിയിൽ നിന്നാണ്, കേൾവി യേശുക്രിസ്തുവിനെക്കുറിച്ചിട്ടുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ഞാൻ കർത്താവിൽ വന്നപ്പോൾ ഒരു തീരുമാനമെടുത്തു, എനിക്ക് മറ്റാരെയും അറിയേണ്ട, യേശുക്രിസ്തുവിനെക്കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി. ഈ അവസ്ഥയിലേക്ക് വരണമെങ്കിൽ പ്രാർത്ഥന കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. മർക്കോസ് 9:29 പ്രാർത്ഥനയും ഉപവാസവും ആവശ്യമാണ്. മർക്കോസ് 11:12 സ്വർഗരാജ്യം നമുക്ക് വിധേയമാണ്. ലൂക്ക 1:37 ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ദൈവപുത്രൻ തന്നെ നമ്മളോട് അതിരുറ്റ സ്നേഹം മൂലം ഈ ഭൂമിയിലേക്ക് വന്നു. യോഹന്നാൻ 3:16 തക്ക സമയത്താണ് വന്നത്. ഗലാത്തി 4:4-7 വരെ നമുക്ക് വേണ്ടി തൻ്റെ ഏകപുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. മർക്കോസ് 10:27, മത്തായി 19:26, ജെറമ്യ 32:27, ഉൽപ്പത്തി 18:14 ദൈവത്തിന് എല്ലാം സാധിക്കും. 1 കൊറിന്തോസ് 4:5 നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയമാണ് ദൈവം നോക്കുന്നത്. റോമ 2:28-29 ആന്തരിക പരിശോധനമാണ് ദൈവത്തിന് ആവശ്യം. ഹൃദയത്തിന് മാറ്റം വരണം. ഹൃദയത്തിന് മാറ്റം വരണമെങ്കിൽ വചനം കേൾക്കണം. ലൂക്കായുടെ സുവിശേഷം 1:37 ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധ മറിയം 1:38 ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറയാണ്. കാരണം ദൈവത്തിനെല്ലാം സാധ്യമാണ്. അതാണ് വിറ്റുപേറ് ഈ വചനം വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ആ വചനം എന്തിനാണ് ഏറ്റേറ്റ് പറയുക? മർക്കോസ് 10:27, മത്തായി 19:26 ഇങ്ങനെ ഓരോ വചനങ്ങളും ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് പറയുന്നത് എന്തിനാണ്? നമ്മുടെ ആത്മാവിലേക്ക് ആ വചനം ശക്തമായിട്ട് ആവസിക്കുവാൻ. നമ്മുടെ ജീവിതത്തിലും ഈ വചനം മാംസമാകണം. കാരണം ദൈവത്തിന് എല്ലാം സാധ്യമാണ് എന്നൊരു അവബോധം നമ്മുടെ ആന്തരിക ആത്മാവിൽ കൂടെ ശക്തി പ്രാപിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ വചനത്തിൻ്റെ നമ്പറുകൾ വീണ്ടും വീണ്ടും നമ്മുടെ ആത്മാവിനെ ഉണർത്തിത്തരുന്നത്. അപ്പോൾ ബ്രദർ പറഞ്ഞു വരുന്നത് ഇതിൽ ദൈവം തൻ്റെ സ്വപുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് ഒരു കന്യകയിലൂടെയാണ്. അതിനുശേഷമാണ് പറയുക ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ള ആ വചനം. ഇത് മനുഷ്യ ബുദ്ധി വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ചിന്തിച്ചാൽ കിട്ടുകയില്ലാത്തൊരു കാര്യമാണ് ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചത്. ദൈവം പറഞ്ഞ വചനം മാംസമായിട്ട് പരിശുദ്ധ കന്യാമറിയത്തിൽ വന്ന് വസിച്ച് അത് ജീവനായിട്ട് ജന്മമെടുക്കുക എന്നുള്ളത് നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് അതീതമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നമ്മൾ അത് പരിപൂർണമായിട്ട് നമ്മൾ വിശ്വസിക്കുക. ദൈവപുത്രൻ വന്നു, ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ മറിയത്തിൽ നിന്ന് അവിടുന്ന് ജാതനാകുകയാണ്. അതുകൊണ്ടാണ് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്ക് അസാധ്യമാണ്. മനുഷ്യർക്കെല്ലാ കാര്യങ്ങളും അസാധ്യമാണ്. പക്ഷെ ദൈവത്തിന് എല്ലാം സാധ്യമാണ് എന്നുള്ള കാര്യം നമ്മളത് പരിപൂർണമായിട്ടും വിശ്വസിക്കുക. അത് വിശ്വസിക്കുന്നതിലൂടെ കർത്താവിന് ശക്തമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. നമ്മൾ പലതും അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ അത് കർത്താവിൻ്റെ പദ്ധതിയോട് സഹകരിച്ചുള്ളതായിരിക്കണം. അല്ലാതെ നമ്മുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള ആഗ്രഹമായിരിക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് സാധിച്ചു കിട്ടാത്ത എന്താണ്? നമ്മുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്തുന്ന പല ആഗ്രഹങ്ങളും നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സ്നേഹമായതുകൊണ്ട്, ദൈവം നന്മയായതുകൊണ്ട് നമുക്ക് തിന്മയായിട്ടുള്ളത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് ചില കാര്യങ്ങൾ നമുക്ക് അനുവർത്തിച്ച് തരികയില്ല. അതേസമയം കർത്താവിൻ്റെ പദ്ധതികളോട് ചേർന്ന് നമ്മുടെ ആഗ്രഹങ്ങളും ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ അവിടെ കർത്താവിന് പ്രവർത്തിക്കുവാൻ സാധിക്കും. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4:4-7 വരെയുള്ള തിരുവചനത്തിന് എന്താ പറയുക? കാലസമ്പൂർണത വന്നപ്പോൾ അവിടുന്ന് തൻ്റെ ഏകപുത്രനെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. അതിനൊരു സമയമുണ്ടായിരുന്നു. ഈ പരിശുദ്ധ മറിയം ദേവാലയത്തിലിരുന്ന് ദൈവപുത്രൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ സമയങ്ങളിൽ യഹൂദരുടെ ഇടയിലെ ഒരു വിശ്വാസമായിരുന്നു, രക്ഷകൻ വരും, ക്രിസ്തു വരും,
എന്നുള്ള ഒരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. പരിശുദ്ധ മറിയവും പ്രാർത്ഥിച്ചു. എവിടെയാണോ രക്ഷകൻ ജനിക്കുന്നത്, ആ രക്ഷകൻ ജനിക്കുന്ന അമ്മയുടെ ദാസിയായിട്ട് പ്രവർത്തിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പരിശുദ്ധ മറിയം പ്രാർത്ഥിച്ചു. ആ മറിയത്തിൻ്റെ എളിമയിലാണ് ദൈവപുത്രൻ വന്ന് പിറക്കുന്നത്. ദൈവം ആ ഹൃദയമാണ് കണ്ടത്. മറിയം സ്തോത്രഗീതത്തിൽ പാടുന്നുണ്ട്, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് മറിയം പാടുമ്പോഴും പറയാണ്, അവിടുന്ന് അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുകയാണ്. ആ എളിമയുള്ള ഒരു ഹൃദയമാണ് പരിശുദ്ധ മറിയത്തിൻ്റേത്. ആ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുകയാണ്. എന്തിനു വേണ്ടി? ലോക രക്ഷയ്ക്ക് വേണ്ടി അവിടെ നയിക്കുകയാണ്. അതുപോലെ നമ്മളും ഈ വചനം വിശ്വസിക്കണം. നമ്മുടെ കുടുംബത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസ ചൈതന്യം നമുക്കുണ്ടാകണം. അതാണ് കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. കാരണം മാമോദീസായിലൂടെ അവിടുന്ന് നമ്മളെ സ്വന്തമാക്കിയതാണ്, വിലയ്ക്ക് വാങ്ങപ്പെട്ടെടുത്തതാണ് എന്നാണ് വിശുദ്ധ പൗലോസ്ലേഹയൊക്കെ പറയുക. ആ വിലയ്ക്ക് വാങ്ങപ്പെട്ട നമ്മൾ ഈ ലോക വസ്തുക്കൾക്കും ഈ പല പാപത്തിനും എല്ലാം അടിമയായി. തിരിച്ച് നമ്മൾ കർത്താവിലേക്ക് വരാൻ ആഗ്രഹിക്കുമ്പോൾ, പലർക്ക് വേണ്ടി നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തുമ്പോഴും, പല കാര്യങ്ങളും അസാധ്യമെന്ന് നമ്മൾ തോന്നുമ്പോഴും നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഈ വചനങ്ങൾ ഓരോന്നും നമ്മൾ ഹൃദയത്തിൽ വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ലൂക്ക 1:45 പറയുന്നുണ്ട്. ഈ കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ എല്ലാം നിറവേറുമെന്ന് പരിശുദ്ധ മറിയം ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുകയാണ്. പരിശുദ്ധ മറിയം പൂർണ്ണമായിട്ട് അതങ്ങ് വിശ്വസിച്ചപ്പോഴാണ് മറിയത്തിൽ ഈശോ വന്ന് ജനിക്കുക. ഈ വചനം നമ്മൾ വിശ്വസിക്കുമ്പോൾ, ഈ വചനം നമ്മൾ സ്വീകരിക്കുമ്പോൾ, പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കുമ്പോൾ, അതേ ഈശോ തന്നെയാണ് നമ്മുടെ ഹൃദയത്തിലും വന്ന് പ്രവേശിക്കുന്നത്. അതേ ഈശോ തന്നെയാണ് പരിശുദ്ധ കുർബാനയിൽ നമ്മോടൊത്ത് ആയിരിക്കുന്നത്. ദൈവം നമ്മോടുകൂടി എന്ന അർത്ഥമുള്ള ഇമ്മാനുവേലായിട്ട് അവിടുന്ന് നമ്മോടുകൂടി വന്ന് വസിക്കുന്ന ആ പരിശുദ്ധ മറിയത്തിൽ വന്ന അതേ ഈശോയാണ്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് ഹെബ്രായർ 13:8 യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. ദൈവത്തിന് ഒരു മാറ്റവുമില്ല. ദൈവത്തിന് സമയമില്ല, കാലങ്ങളില്ല, വർഷങ്ങളില്ല, ഒന്നുമില്ല. അതേ ദൈവം തന്നെയാണ്. വിശുദ്ധ പത്രോസ്ലീഹ 2 പത്രോസ് 3:8 തിരുവചനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിന് 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയാണ്. നമുക്കാണ് പാസ്റ്റ്, ഫ്യൂച്ചർ, അതുപോലെ പ്രസൻറ്റ്, ഇതൊക്കെ മനുഷ്യർക്കാണ്. ദൈവം എന്നും ഒരേ ആൾ തന്നെയാണ്. ആ ഒരു വിശ്വാസ സത്യം നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിന് ഒരിക്കലും മാറ്റമില്ല. നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവനുസരിച്ചാണ് നമ്മുടെ കൃപകൾ വർദ്ധിക്കുന്നത്. വിശ്വാസം എന്ന കൃപയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണെങ്കിൽ ശിഷ്യന്മാർ ഈശോയോട് പറയുന്നുണ്ട്. ലൂക്ക 17:5-6 തിരുവചനത്തിൽ പറയാണ്, ശിഷ്യന്മാർ കർത്താവിനോട് അപേക്ഷിക്കുകയാണ്, കർത്താവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന്. ഈ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയാണ് ദൈവം ശ്രവിക്കുക. റോമ 12:3 പറയുന്നുണ്ട്, എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ പ്രേരിതനായി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, ഉള്ളതിലധികം മേന്മ ആരും ഭവിക്കരുത്, മറിച്ച് ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അളവനുസരിച്ച് വിവേകപൂർവം ചിന്തിക്കുവിൻ. ഈ വിശ്വാസത്തിൻ്റെ അളവനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, വിശ്വസിക്കുമ്പോൾ അവിടെ കർത്താവിന് പ്രവർത്തിക്കാൻ സാധിക്കും. ആ വിശ്വാസത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും വരണം. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് വായിക്കാം. ദൈവത്തിന് എല്ലാം സാധിക്കും. 1 കൊറിന്തോസ് 4:5 നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയമാണ് ദൈവം നോക്കുന്നത്. റോമ 2:28-29 ആന്തരിക പരിശോധനമാണ് ദൈവത്തിനാവശ്യം. ഹൃദയത്തിന് മാറ്റം വരണം. ഹൃദയത്തിൽ മാറ്റം വരണമെങ്കിൽ വചനം കേൾക്കണം. വചനം കേൾക്കുമ്പോഴാണ് മാനസാന്തരം വരുന്നത്. അല്ലെങ്കിൽ മാനസാന്തരം വരികയില്ല. സ്വന്തം ബുദ്ധിയിൽ നടക്കും. ലോകത്തിൽ അനേകം ശാസ്ത്രങ്ങളുണ്ട്. നമ്മൾ ഈ വചനം
കേട്ട് വരുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ മാറ്റം വരുന്നത്, നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നതെന്ന് ബ്രദർ പറയുകയാണ്. അതിനുശേഷം പറയുകയാണ് 2 കൊറിന്തോസ് 4:7 വിശ്വാസം ഒരു പളുങ്ക് പാത്രത്തിലാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്, അത് പെട്ടെന്ന് തകർന്നു പോകും. വിശുദ്ധ പത്രോസിനെയാണ് നാം കേൾക്കേണ്ടത്. അനേകർ വിശുദ്ധ പത്രോസിനെ മറന്നു കളയും. വിശുദ്ധ പത്രോസിലാണ് നമ്മുടെ വിശ്വാസം ഇരിക്കുന്നത്. വിശുദ്ധ പൗലോസ് ദൈവത്തിൻ്റെ അഗാധ ജ്ഞാനമാണ്. റോമ 11:33-35 വരെ അത് അഗ്രാഹ്യമായ ജ്ഞാനമാണ്. വിശുദ്ധ പത്രോസിനെയും വിശുദ്ധ പൗലോസിനെയും നമ്മൾ അറിയണം. അപ്പോൾ വിശ്വാസവും ദൈവിക ജ്ഞാനവും നമുക്ക് എന്താണെന്ന് അറിയാൻ സാധിക്കും. വിക്ടബറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു വിശുദ്ധ പത്രോസിൻ്റെ വിശ്വാസം, വിശുദ്ധ പൗലോസിൻ്റെ ജ്ഞാനം. ഇത് രണ്ടും കൂടെ നമ്മളിലേക്ക് വരുമ്പോഴാണ് ദൈവിക രഹസ്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത്. കാരണം വിശുദ്ധ പത്രോസിനെയാണ് ദൈവം തൻ്റെ അടുത്ത സ്ഥാനം ഏൽപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ് 2 കൊറിന്തോസ് 4:7 വിശ്വാസം ഒരു പളുങ്കു പാത്രത്തിലാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് ആഴമായ ബോധ്യമില്ല എങ്കിൽ, ആഴമായ വിശ്വാസമില്ല എങ്കിൽ നമ്മൾ പലതിൻ്റെ പിന്നാലെ ഓടുകയാണ്. ആ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഓടുക. ഈ വിശ്വാസത്തിന് എതിരെയാണ് സകല സാത്താൻ്റെ പ്രവർത്തനങ്ങളും ഉണ്ടാകുക. അപ്പോൾ ആ വിശ്വാസത്തെ സംരക്ഷിക്കപ്പെടുക. ഈ വിശ്വാസം സംരക്ഷിക്കപ്പെടുവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ വിശുദ്ധ ബലിയ്, സഭയുടെ പ്രബോധനങ്ങൾ, വിശുദ്ധ കൂദാശകൾ, അതുപോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥം, ഇവയെല്ലാം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന എന്തിനാണ്? യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നമ്മുടെ ഹൃദയം ശക്തിപ്പെടുവാനും അതിലൂടെ നമ്മൾ നിത്യജീവൻ സ്വന്തമാക്കുന്നതിനും വേണ്ടിയിട്ടാണ്. ഈശോ പറയുകയാണ്, പത്രോസേ നീ പാറയാകുന്നു, ഈ വചനം നമ്മളിൽ വരണം. വചനം വരുമ്പോഴാണ് നമുക്ക് മാനസാന്തരത്തിൻ്റെ കൃപ കിട്ടുന്നത്. അത് തുടർച്ചയായ ഒരു പ്രക്രിയയാണ്. ദിവസേന നാം പശ്ചാത്തപിക്കണം. കർത്താവേ ഞാൻ പാപിയാണ് എന്ന് ഏറ്റു പറയണം. ദൈവം സ്പർശിച്ചാൽ നാം ഏറ്റവും മുൻപിൽ വരും. യാക്കോബ് 1:5-6 ഇത് വിശുദ്ധ പത്രോസിൻ്റെ അവസ്ഥയാണ്. ജ്ഞാനമില്ലാത്തവർ ദൈവത്തോട് ചോദിക്കട്ടെ. വിശുദ്ധ പത്രോസ് വെറും മത്സ്യപിടുത്തക്കാരനായിരുന്നു. കർത്താവിൻ്റെ 7 ശിഷ്യന്മാർ മത്സ്യത്തൊഴിലാളികളായിരുന്നു. യോഹന്നാൻ 21:1-7 വരെ. ഈ പത്രോസിന് കർത്താവ് ദൈവിക ജ്ഞാനം കൊടുത്ത് ഏറ്റവും വലിയവനാക്കി. അത് ലോകത്തിൻ്റെ ജ്ഞാനമായിരുന്നില്ല. വിശുദ്ധ പത്രോസിൻ്റെ ദൈവിക ജ്ഞാനത്തെക്കുറിച്ച് പറയുകയാണ്. മത്സ്യത്തൊഴിലാളിയായിരുന്നു. പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൽ വന്ന് പ്രവേശിച്ചപ്പോൾ വിശുദ്ധ പത്രോസ്ലീഹ ആകെ മാറി. യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് വളരെ ശക്തമായിട്ട് പ്രഘോഷിക്കുന്നത് നമ്മൾ അപ്പസ്തോല പ്രവർത്തനം വായിച്ചാൽ മനസ്സിലാകും. അത്രമാത്രം ധൈര്യത്തോടെയാണ് അദ്ദേഹം കർത്താവിന് വേണ്ടി പോരാടുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാകും. വിക്ടബർ വേറൊരു കാര്യം നമ്മളോട് പറയുന്നുണ്ട്. ഈ പശ്ചാത്താപം എന്ന പ്രക്രിയ ദിവസേന നമ്മൾ എടുക്കേണ്ടതാണ്. ഓൺഗോയിങ് പ്രോസസ്സാണ്. അതുകൊണ്ടാണ് നമ്മുടെ തിരുസഭയിൽ നമ്മൾ കാണുന്നുണ്ട്, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം അവർ എക്സാമിനേഷൻ കോൺഷ്യസ് അഥവാ ആത്മശോധന നടത്തും. രാവിലെ തൊട്ട് ഉച്ച വരെ ഉള്ള സമയത്ത് താൻ എത്രമാത്രം ഉപേക്ഷ കൊണ്ടും വിചാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഏതെല്ലാം പാപം ചെയ്തു അതെടുത്ത് അവർ ദൈവത്തിൻ്റെ മുൻപിൽ പശ്ചാത്താപം എടുക്കുന്നുണ്ട്. കർത്താവിന് നന്ദികൾ അർപ്പിക്കുന്നുണ്ട്. കർത്താവിൻ്റെ മുൻപിൽ ക്ഷമ പറയുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമ്മളെപ്പോഴും പശ്ചാത്താപം എടുക്കണം. ഈശോയ്ക്കെതിരായിട്ട് ഏതെങ്കിലും തെറ്റുകൾ ചിന്തയിലൂടെ, ഉപേക്ഷത്തിലൂടെ, വിചാരത്തിലൂടെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ മുൻപിൽ നമ്മൾ ഏറ്റു പറയുമ്പോഴാണ് ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും നമ്മുടെ മേൽ വർഷിക്കപ്പെടുക. അതുപോലെ നമ്മൾ കിടക്കുന്നതിന് മുമ്പും ദൈവത്തിൻ്റെ മുൻപിൽ നന്ദികൾ അർപ്പിച്ച്, ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഏറ്റു പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ മേൽ ചൊരിയപ്പെടുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുകയാണ്, നമ്മുടെ ആത്മീയ ജീവിതം ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്. എപ്പോഴും വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കേണ്ട ഒരു ജീവിതമാണ് ആത്മീയ ജീവിതം. ഇതിലൂടെ നമ്മൾ ഓരോ പ്രാവശ്യവും വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ ഈശോയോട് രൂപാന്തരപ്പെടുകയാണ്. ഈശോയുടെ സാദൃശ്യത്തിലേക്ക് നമ്മൾ വരികയാണ്. അതേസമയം നമ്മളിത് എടുത്തു മാറ്റുവാൻ, ഓരോ പാപങ്ങളും നമ്മൾ എടുത്തു മാറ്റപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ കർത്താവിൽ നമുക്ക് വളരാൻ സാധിക്കുകയില്ല. നമുക്ക് രൂപാന്തരീകരണം സംഭവിക്കുകയില്ല. ആ ഗോതമ്പ് മണി നിലത്ത് വീണാൽ
അവിടെ തന്നെ ഇരിക്കുകയുള്ളൂ. അത് ചീഞ്ഞെങ്കിൽ, അത് ഉരുകിയെങ്കിൽ മാത്രമേ അതിന് ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴാണ് നമുക്ക് ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടുവാൻ സാധിക്കുക. അങ്ങനെ നമുക്ക് ഓരോ ദിവസങ്ങളിലും ഈ ഓൺഗോയിങ് പ്രോസസ്സ് തുടർച്ചയായിട്ട് നടത്തേണ്ട പ്രക്രിയകൾ ചെയ്യുവാൻ നമുക്കും ആഗ്രഹിക്കുക. പറയണേ, ഈ പത്രോസിന് കർത്താവ് ദൈവിക ജ്ഞാനം കൊടുത്ത ഏറ്റവും വലിയവനാക്കി. ഇത് ലോകത്തിൻ്റെ ജ്ഞാനമല്ലായിരുന്നു. അതാണ് വിശുദ്ധ പൗലോസ് 2 കൊറിന്തോസ് 4:16-18 വരെ നമ്മുടെ ബാഹ്യമനുഷ്യൻ ക്ഷയിച്ച ഒന്നുമില്ലാതായി വരണം, ആന്തരിക മനുഷ്യൻ ഉയരുകയും വേണം. ആന്തരിക മനുഷ്യൻ ശക്തിപ്പെടണമെങ്കിൽ സ്നേഹം തന്നെ വരണം. എഫേസസ് 3:16-21 വരെ. ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുന്ന സ്നേഹത്തിന് ഉയരമില്ല, ആഴമില്ല, വീതിയില്ല, നീളമില്ല. ആ സ്നേഹം അഗാധമാണ്. അതാണ് ഈശോ തരുന്ന സ്നേഹം. ഈ സ്നേഹം വന്നതുകൊണ്ടാണ് മദർ തെരേസയെല്ലാം ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടത്. ശുശ്രൂഷാവരം ഒരു വലിയ കൃപയാണ്. റോമ 12:7 കൃപയായിരുന്നു. പക്ഷെ ദൈവം അത് വലുതാക്കും. ലൂക്ക 18:14 ദൈവം ഉയർത്തും. ദൈവിക ജ്ഞാനം വരണം, ഇതിന് തീഷ്ണത വരണം. തീഷ്ണത ഇല്ലെങ്കിൽ ദൈവം തുപ്പിക്കളയും. വെളിപാട് 3:16-20 വരെയുള്ള വചനം. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചാണ് വിക്ടർ ഇവിടെ പറഞ്ഞു വരിക. നമ്മുടെ ബാഹ്യമനുഷ്യൻ ക്ഷയിച്ച് ഒന്നുമില്ലാതായി വരണം. ഈ ബാഹ്യമനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ശരീരമല്ല. ബാഹ്യമനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ. എത്രമാത്രം നമ്മളുടെ ദുഷിച്ച സ്വഭാവങ്ങളുണ്ടോ, ആ സ്വഭാവങ്ങൾ ഓരോന്നോരോന്നായി നമ്മൾ മാറ്റി വരുമ്പോൾ നമ്മളുടെ ബാഹ്യമനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആന്തരിക മനുഷ്യൻ ശക്തിപ്പെട്ടുകൊണ്ട് ദൈവിക സ്വഭാവത്തിൽ നമ്മളെ പങ്കുകാരാക്കുകയാണ് ചെയ്യുക. ആന്തരിക മനുഷ്യൻ ശക്തിപ്പെടുന്നത് എങ്ങനെയാണ്? ദൈവ സ്നേഹത്തിലായിരിക്കണം. വിശുദ്ധ പൗലോസ്ലീഹ ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എഫെസൊസ്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ 14-21 വരെയുള്ള തിരുവചനത്തിൽ ഇത് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ക്രിസ്തുവിൻ്റെ സ്നേഹം. ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പ്രകൃതങ്ങൾക്കും നാമകാരണമായ പിതാവിൻ്റെ മുൻപിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കുവാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണ്ണതയാൽ പൂരിതരാകുവാനും ഇടയാകട്ടെ. അപ്പോൾ ആ ദൈവസ്നേഹത്തിൻ്റെ നീളം, വീതി, ഉയരം, ആഴം ഇവയെല്ലാം നമ്മൾ ഗ്രഹിക്കണമെങ്കിൽ യേശുക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ആ ദൈവസ്നേഹത്തിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മളിലെ ബാഹ്യമനുഷ്യൻ പാപത്തിൻ്റെ സ്വാധീനം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുമ്പോൾ ആണ് ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ അകത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക. അതിലൂടെ എന്നിട്ട് പൗലോസിനെ എന്താ പറയുന്നത്? എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹം. വിശുദ്ധർ എന്ന് കർത്താവ് വിളിക്കുന്ന ആരെയാണ്? ഈ ലേഖനത്തിൻ്റെ എല്ലാ ആദ്യ ഭാഗങ്ങളിലും വിശുദ്ധ പത്രോസ്ലീഹയും പൗലോസ്ലീഹയും എഴുതുന്നത് കോറിന്തോസിലെ വിശുദ്ധർക്ക്, ഗലാത്യയിലെ വിശുദ്ധർക്ക്, എഫേസസിലെ വിശുദ്ധർക്ക് എന്നാണ് എഴുതുന്നത്. നമ്മളെയും കർത്താവ് എന്താണ്? കർത്താവിൻ്റെ വചനം അനുസരിക്കുമ്പോൾ നമ്മളെയും ദൈവം വിളിക്കുന്ന ഓരോ സ്ഥലത്തെ വിശുദ്ധർ, ഓരോ കുടുംബത്തിലെ വിശുദ്ധർ എന്നുള്ളൊരു പദവി ദൈവം നമുക്ക് തരുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നുണ്ട്. പക്ഷേ ലോകം നമ്മളെ തിരിച്ചറിയില്ല. എങ്കിലും നമ്മൾ അഭിമാനത്തോടെ കർത്താവിൻ്റെ സത്യത്തിലും വചനത്തിലും സ്നേഹത്തിലും നിലനിന്നാൽ തീർച്ചയായിട്ടും നമുക്കും വിശുദ്ധരാകാൻ സാധിക്കും എന്നുള്ള ആ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും എല്ലാം അളക്കുവാനും നമുക്ക് സാധിക്കും. വിശുദ്ധ കുദ്രസ്യ പുണ്യവതിയുടെ ഏറ്റവും വലിയ മോട്ടോയായിരുന്നു സ്നേഹം. ആ സ്നേഹം എന്ന ഒരൊറ്റ വാക്കിലൂടെയാണ് പുണ്യവതി ലോകത്തെ മുഴുവൻ മാറ്റിമറിച്ച ഒരു വലിയ മിഷണറിയായിട്ട്, വലിയ വിശുദ്ധിയായിട്ട് മാറിയത്.
സ്നേഹം എന്ന വാക്ക്. പുണ്യവതി തൻ്റെ ജീവിതത്തിൽ ഏറ്റവും ചെറിയ കാര്യങ്ങൾ എടുത്തു വയ്ക്കുമ്പോഴും അത് ഈശോയുടെ സ്നേഹത്തിൽ ആയിട്ട് ചെയ്തപ്പോൾ അതെല്ലാം പുണ്യമായി മാറി. ദൈവത്തിൻ്റെ മുൻപിൽ വലിയ വലിയ ഭാഗങ്ങളായിട്ട് മാറുകയാണ്. നമ്മൾ അധികം പ്രവർത്തിച്ചതുകൊണ്ടോ അധികം ഉണ്ടാക്കിയതുകൊണ്ടോ അല്ല കാര്യം. ചെറിയ കാര്യങ്ങളിലും ആ ദൈവസ്നേഹത്തെ തിരിച്ചറിഞ്ഞ് അവിടെ തീർച്ചയായിട്ടും നമുക്കും ഈശോയുടെ സ്നേഹത്തിൻ്റെ നീളം, വീതി, ഉയരം, ആഴം എല്ലാം മനസ്സിലാക്കാൻ അവിടെ നമ്മളെ സഹായിക്കും. വിറ്റുപേർ ഈ കാസറ്റിൽ വിശുദ്ധ മദർ തെരേസയെക്കുറിച്ച് പറയുന്നുണ്ട്. അന്ന് മദർ തെരേസ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും മദർ തെരേസയുടെ ആ ശുശ്രൂഷയെക്കുറിച്ച് ബ്രദർ പറയാണ്, ഈശോയുടെ സ്നേഹത്തിനോടുള്ള ആഴം വർദ്ധിച്ചപ്പോഴാണ് മദർ തെരേസ ഇറങ്ങിത്തിരിക്കുന്നത്. പാവങ്ങളിൽ ഈശോയെ കണ്ടുകൊണ്ട്, ഈശോയുടെ മുഖം ദർശിച്ചുകൊണ്ട് മദർ തെരേസ എല്ലാവരിലേക്കും ഇറങ്ങിച്ചെന്നവരെ ശുശ്രൂഷിക്കുകയാണ് ചെയ്തത്. മദർ തെരേസ പറയുന്നുണ്ട്, മനുഷ്യർക്ക് യഥാർത്ഥ വിശപ്പ് എന്ന് പറയുന്നത് സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള വിശപ്പാണ്. യഥാർത്ഥ സ്നേഹം അനുഭവിക്കാതെ മനുഷ്യൻ പലപ്പോഴും വേദനിക്കുന്നുണ്ട്. വിശുദ്ധ മദർ തെരേസയ്ക്ക് എവിടെ നിന്നാണ് ഈശോയാകുന്ന യഥാർത്ഥ സ്നേഹം ലഭിച്ചത്? ദിവ്യകാരുണ്യത്തിൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ച് ആ ഈശോയുടെ സ്നേഹത്തിൻ്റെ ഒരു ഉപകരണമായിട്ട് വിശുദ്ധ മാറിയതിന് ശേഷമാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ശുശ്രൂഷകൾ നടത്തിയിരുന്നത്. അതിലൂടെ ആ ജനം അനുഭവിക്കുന്നത് ഈശോയെയാണ്, ഈശോയുടെ സ്നേഹത്തെയാണ്, ഒരു അമ്മയുടെ സ്നേഹത്തെയാണ് ജനങ്ങൾക്ക് ഈ വിശുദ്ധയിൽ നിന്ന് സ്വീകരിക്കാൻ സാധിച്ചതപ്പോൾ ബ്രദർ പറയുകയാണ്, മദർ തെരേസയ്ക്ക് ദൈവം കൊടുത്ത കൃപ ശുശ്രൂഷയുടെ കൃപയായിരുന്നു എന്ന് പറയുകയാണ്. അത് മദർ തെരേസ തീഷ്ണതയാൽ നിറഞ്ഞ് കർത്താവിനെ ശുശ്രൂഷിക്കുകയാണ്, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുകയാണ്. ആ മദർ തെരേസയുടെ ശക്തമായ തീഷ്ണതയെക്കുറിച്ച് പറയുമ്പോഴാണ് വിറ്റുപേർ പറയുന്നത്, തീഷ്ണതയില്ലെങ്കിൽ ദൈവം തുപ്പിക്കളയും. വെളിപാട് 3:16-17 വരെ. ഇതിൽ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ വന്ന് കർത്താവ് മുട്ടുന്നുണ്ട്. പക്ഷേ ആരും ശബ്ദം കേൾക്കുന്നില്ല. കേൾക്കുന്നത് സിനിമയും ഈ ലോകത്തിൻ്റേതുമായ പലതുമായിരിക്കും. ലൂക്ക 8:4-15 വരെ. 14-ാം വാക്യത്തിൽ മുള്ളുകളുടെ ഇടയിൽ വീണ വിത്ത് പോലെയാണ് നമ്മുടെ വിശ്വാസം. 3 കാര്യങ്ങളാണ് നമ്മുടെ വിശ്വാസത്തെ തടസ്സപ്പെടുത്തുന്നത്: ധനമോഹം, ജീവിതക്ലേശങ്ങൾ, സുഖലോലുപത, ലോകത്തിൻ്റേതായ ഓട്ടം. ഇങ്ങനെ ഓടുന്നത് കൊണ്ടാണ് നമ്മുടെ വിശ്വാസം പോകുന്നത്. നല്ല നിലത്ത് വീണ വിത്ത് 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നു. ദൈവത്തിനോടുള്ള ഒരു തീഷ്ണത നമ്മളിൽ ഇല്ല എങ്കിൽ കർത്താവ് നമ്മളെ മാറ്റിക്കളയും എന്നാണ് പറയുക. അപ്പോൾ വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 18 മുതലുള്ള തിരുവചനത്തിൽ പറയുകയാണ്, ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക. നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിതരാകാതിരിക്കുവാൻ ശുഭ്രവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക. കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിലെഴുതുവാനുള്ള അഞ്ജനവും എന്നോട് വാങ്ങുക. ഞാൻ സ്നേഹിക്കുന്നവനെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തീഷ്ണതയുള്ളവനാകുക, അനുതപിക്കുക. ഇതാ ഞാൻ വാതിൽക്കൽ മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്ന് തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവരെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. നമ്മുടെ ശുഭ്രവസ്ത്രങ്ങൾ, ദൈവം തന്ന മാമോദീസായിൽ നിന്നൂടെ നമ്മളെ അണിയിച്ച ആ ശുഭ്രവസ്ത്രങ്ങൾ വീണ്ടും എടുത്ത് അണിയുവാനും കണ്ണിൽ എഴുതാനുള്ള അഞ്ജനം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. എല്ലാവിധ കുദാശകളും പ്രാർത്ഥനകളും വിശുദ്ധിയുടെ രഹസ്യങ്ങളും ഒക്കെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. കുമ്പസാരം എന്ന കുദാശ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ആത്മാവിന് ആവശ്യമുള്ള ആന്തരിക ആഭരണങ്ങളെല്ലാം അവിടെ നമ്മളെ അണിയിച്ചിട്ടുണ്ട്. അത് വീണ്ടും അതിലേക്ക് തിരിച്ചു വന്ന് ക്രിസ്തുവിൻ്റെ വചനവും ക്രിസ്തുവിൻ്റെ രഹസ്യവും കണ്ടെത്തുവാനായിട്ട്, കൂടുതൽ അനുദപിക്കുവാനായിട്ട് അവിടെ നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ ഇന്ന് നമ്മൾ കേട്ട ഓരോ വചനങ്ങളും നമ്മുടെ ഹൃദയത്തിൽ ആഴമായിട്ട് പതിക്കാനും, വിശ്വാസത്തിൻ്റെ ശക്തി, നമ്മൾ ഓരോ പ്രാവശ്യങ്ങളും വിശ്വാസത്തെക്കുറിച്ച് കേൾക്കുന്നുണ്ട്, ആ വിശ്വാസം നമ്മിൽ വർദ്ധിപ്പിക്കുവാനായിട്ട്, വിശ്വാസത്തിലൂടെ ദൈവസ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും എല്ലാ വിശുദ്ധരോടുമൊപ്പം നമുക്കും തിരിച്ചറിയുവാനായിട്ട്, അത് മനസ്സിലാക്കിക്കൊണ്ട് തീഷ്ണതയാൽ ജ്വലിക്കുവാൻ
അവിടെ നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. പരിശുദ്ധ മറിയം തീർച്ചയായിട്ടും ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ള ആ വചനത്തിലൂടെ മറിയത്തിൽ ദൈവവചനം മാംസമായി. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന് ഈശോ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ദൈവത്തിന് സാധിക്കും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസത്തോടെ നമുക്ക് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയം നമ്മളെ സഹായിക്കട്ടെ. സകല വിശുദ്ധരും നമ്മോട് കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങളിൽ ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീസിൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.